और वो वहां पर नए नियम की सेवकाई के बारे में बताता है। ആമേൻ. हालेलुया। മൂന്നാമത്തെ അധ്യായത്തിൽ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. और तीसरे अध्याय में नए नियम की सेवकाई के बारे में वो कहता है। നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ और जब वो चौथे अध्याय में आता है പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുക. और नए नियम के सेवकों के बारे में बताता है। ഹല്ലേലൂയ. हालेलुया। നമ്മൾ ഇന്ന് രാത്രി എവിടെ വന്നിരിക്കുന്നത്? आज हम कहां पर मौजूद हैं? നമ്മൾ വന്നിരിക്കുന്നത് हम जहां मौजूद हैं പഴയ നിയമത്തിന്റെ ശുശ്രൂഷയിലല്ല, और वो पुराने नियम की सेवकाई में नहीं है, ശ്രേഷ്ഠകരമായ ഒരു പുതിയ നിയമ ശുശ്രൂഷയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. लेकिन एक महिमा में नए नियम की सेवकाई में हम मौजूद हैं। हालेलुया। ഒരു ന്യൂ കവനന്റ് മിനിസ്ട്രിക്ക് അകത്താണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നത്. और एक नए नियमी आमीन आराधना में या एक वाचा में हम यहाँ पर आए हैं। ഒരു സന്തോഷത്തോടെ കരങ്ങളൊക്കെ ഉയർത്തി थोड़ा हम खुशी के साथ जरा हाथ उठाकर कहें പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, और नए नियम की सेवकाई, ന്യൂ കവനന്റ് മിനിസ്ട്രി. और नए वाचा की सेवकाई। हालेलुया. हालेलुया। അപ്പോസ്തലനായ പൗലോസ് ഈ ശുശ്രൂഷയുടെ മഹത്വം പറയുക. और प्रेरित पौलुस इस सेवकाई की महिमा यूं बताते हैं। ഈ പഴയ നിയമ ശുശ്രൂഷയെക്കാൾ പുതിയ നിയമ ശുശ്രൂഷയ്ക്കുള്ള മഹത്വം എന്നത് പറയാൻ പറ്റുന്ന ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യൻ പൗലോസാണ്. और उस पुराने नियम की सेवकाई से बढ़कर नए नियम की सेवकाई में क्या महिमा है वो कहने लायक सिर्फ एक ही व्यक्ति है, वो है प्रेरित पौलुस। അതിന്റെ കാരണം उसका कारण ഒരേ സമയത്ത് एक ही समय में തന്റെ ആയുസ്സിന്റെ നല്ലൊരു ശതമാനം और उसके उम्र के अच्छी एक समय में या अच्छे अवस्था में പഴയ നിയമത്തിന്റെ ശക്തനായ ശുശ്രൂഷകനായിരുന്നു. और वो पुराने नियम का एक बहुत ही आमीन बलशाली या सशक्त एक सेवक था। അത് മുഴപ്പിയുള്ള ശുശ്രൂഷയല്ല, और वो यूं ही आमीन सेवकाई नहीं करता था, അതിനകത്ത് പരീക്ഷാഭക്തനായിരുന്നു. और लेकिन उस सेवकाई में बहुत ही निपुण था, बहुत ही जलन के साथ करता था, അതിനകത്ത് ശുഷ്കാന്തിയോടെ നിന്ന മനുഷ്യൻ. और बहुत ही जोश के साथ उस सेवकाई करता था। ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച വ്യക്തി. और उस सेवकाई के लिए उसने अपनी जान तक भी कुर्बान करने की कोशिश की। ആ പ്രമാണത്തിന് വേണ്ടി ക്രിസ്തു സഭകളെ മുടിക്കാൻ ഇറങ്ങിയ മനുഷ്യൻ. और उस व्यवस्था के लिए वो मसीह की कलीसिया को नष्ट करने के लिए भी निकला। അപ്പം അത്രയും ശുഷ്കാന്തിയോടെ പഴയ നിയമത്തിന്റെ ശുശ്രൂഷകനായിരുന്ന വ്യക്തി. और ऐसे जोश के साथ पुराने नियम के उस व्यवस्था के लिए सेवकाई करने वाला व्यक्ति था पौल। എന്നാൽ ദൈവത്തിന്റെ ടൈം ആയപ്പോൾ लेकिन जब परमेश्वर का समय आया ദൈവം അദ്ദേഹത്തെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. और परमेश्वर ने उसे वहां से अलग ले गया ആ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് और उस पुराने नियम की सेवकाई में से കർത്താവ് ശ്രേഷ്ഠകരമായ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയിൽ കൊണ്ടുവന്നു. और परमेश्वर उसको एक महिमामय नए नियम की सेवकाई में लेकर आया। ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं ആ ശുശ്രൂഷയുടെ ഭാഗമാകുന്നത്. और उस सेवकाई के भाग होने के लिए कितने लोग खुश हैं? അങ്ങോട്ട് വരുന്ന കരം ഉയർത്തി ऐसे लोग अपने हाथों को उठाए प्रभु की महिमा करें। हालेलुया। ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. और इसकी महिमा के लिए पौलुस ऐसे कहता है। അത് മൂന്നാമത്തെ അധ്യായത്തിൽ और तीसरे अध्याय में നാല് വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പുതിയ നിയമത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. और चार आमीन बातों को वो कहकर इसकी महिमा बताता है। ആദ്യം അദ്ദേഹം പറയുകയാണ്, पहला वो कहता है പഴയ നിയമത്തിന്റെ ശുശ്രൂഷ और पुराने नियम की जो सेवकाई है അത് ശിക്ഷാവധിയുടെ ശുശ്രൂഷയാണ്. और वो सजा देने वाली एक शिक्षा है या सीख है। എന്നാൽ എന്ന് പറഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. और उसका मतलब आंख के बदले आंख, दांत के बदले दांत। അവൻ ചെയ്യുന്നതിന് പകരം ചോദിക്കുന്ന ഒരു ശുശ്രൂഷ. और जो करते हैं उसका बदला लेने वाला एक सेवकाई था वो। നന്മ ചെയ്താൽ നന്മ കിട്ടും, और अच्छाई करोगे तो अच्छाई मिलेगी, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും. बुराई करोगे तो बुराई मिलेगी। ഹല്ലേലൂയ. हालेलुया। പകരത്തിന് പകരം ചോദിക്കുന്ന ഒരു ശുശ്രൂഷ. और जैसे को तैसा करने वाली सेवकाई। എന്നാൽ പൗലോസ് പറയുകയാണ്, लेकिन पौलुस कहता है ആ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷനിൽ നിന്ന് और उस आमीन उस निंदा वाली या पीड़ा देने वाली उस सेवकाई से ദൈവം നമ്മളെ ശ്രേഷ്ഠകരമായ നീതീകരിക്കുന്ന ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകും. परमेश्वर हमें एक महिमामय या श्रेष्ठ सेवकाई में हमें आमीन उसको सही करने वाले, सही ठहराने वाले सेवकाई में लेके എന്ന് പറഞ്ഞാൽ നമ്മളോട് പകരത്തിന് പകരം ചോദിക്കാതെ, और इसका मतलब हमसे परमेश्वर जैसे को तैसा ना पूछते हुए, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മളോട് പകരം ചോദിക്കാതെ, और हमने जो गलती की उसके अनुसार हमें सजा ना देने के लिए അതെല്ലാം ക്ഷമിച്ചിട്ട് ഒരു നീതീകരിക്കുന്ന ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. और वो सब हमसे माफ करके हमें धर्मी ठहराने वाले एक सेवकाई में वो लेके आया। ഇന്ന് രാത്രി എത്ര പേർ അതിൽ സന്തോഷിക്കുന്നുണ്ട്? कितने लोग उस सेवकाई में खुश हैं? ആമേൻ. നീതീകരിക്കുന്ന ശുശ്രൂഷ. और धर्मी ठहराने वाली
सेवकाई। ഹല്ലേലൂയ. हालेलुया। അടുത്ത പൗലോസ് പറയുകയാണ്, और अगला पौलुस यूं कहता है, ഞാനായിരുന്നത് മരണ ശുശ്രൂഷയിലാണ്. और मैं एक मृत्यु की सेवकाई में था। ഇതെല്ലാം വാക്യമുണ്ട് കേട്ടോ. और इस सब का वचन है। മരണ ശുശ്രൂഷയായിരുന്നു. और एक मृत्यु की सेवकाई में मैं था। അവിടെ നിന്ന് കർത്താവ് എന്നെ ജീവന്റെ ശുശ്രൂഷയിലേക്ക് और കൊണ്ടുവന്നു. वहां से प्रभु मुझे जीवन की सेवकाई में लेके आया। നമ്മുടെ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, हम रोमियो की पत्री में पढ़ते हैं, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. और पाप और मृत्यु के व्यवस्था में से। അപ്പൊ ആ പ്രമാണം എന്തിന്റെ പ്രമാണമായിരുന്നു? वो व्यवस्था किसकी व्यवस्था थी? മരണത്തിന്റെ പ്രമാണമായിരുന്നു. मृत्यु की व्यवस्था थी। എന്നാൽ ആ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് लेकिन उस मृत्यु की व्यवस्था में से കർത്താവ് നമ്മളെ ജീവന്റെ പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നു. हमारा परमेश्वर हमें जीवन की व्यवस्था की ओर लेके आया। സന്തോഷത്തോടെ സ്വന്തം और പറഞ്ഞു. खुशी के साथ प्रभु की महिमा करें। हालेलुया। ന്യായപ്രമാണം പറയുന്നു പാപം ചെയ്തത് നീ മരിക്കണം. और व्यवस्था कहती है जो पापमय शरीर को मरना है। ഹല്ലേലൂയ. हालेलुया। നമുക്കറിയാം ഗൾഫിലൊക്കെ ഈ നിയമങ്ങൾ പലതാണ്. और हम जानते हैं कि अरबी देशों में जो नियम है कई प्रकार के हैं। അവിടെ ഓരോരോ തെറ്റിനനുസരിച്ചാണ് ശിക്ഷ. और वहां पर एक एक गलती के लिए अलग अलग सजाएं हैं। കള്ളം പറഞ്ഞാൽ നാക്ക് വെട്ടും, और अगर झूठ बोलोगे तो जबान काट लेंगे, മോഷ്ടിച്ചാൽ കൈ വെട്ടും. और अगर चोरी करोगे तो हाथ काट देंगे। അപ്പം കുറ്റത്തിനനുസരിച്ചാണ് ശിക്ഷ. और जो कर्म करते हो उसके अनुसार सजा मिलती है। പക്ഷെ ന്യായപ്രമാണം അനുസരിച്ച് लेकिन व्यवस्था के अनुसार നമ്മൾ ചെയ്ത തെറ്റ് പാപമാണെങ്കിൽ, और अगर हमने जो काम किया, दुष्कर्म किया, अगर वो पाप है तो പാപത്തിന്റെ ശമ്പളം അംഗവൈകല്യമല്ല, और पाप की जो सजा है वो आमीन अंग विच्छेदन नहीं, മരണമാണ്. वो सिर्फ मृत्यु ही है। ഹല്ലേലൂയ. हालेलुया। അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വകുപ്പില്ലേ? अगर ऐसा है तो परमेश्वर की महिमा करने का कोई कारण नहीं है क्या हमारे നമുക്ക് पास? ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കാരണമില്ലേ? और क्या प्रभु की महिमा करने का कोई कारण नहीं है क्या हमारे നമ്മളെ पास? വിധിക്കപ്പെട്ട മരണത്തിന്റെ ആ നിയമങ്ങളെ എടുത്തു മാറ്റിയിട്ട് क्योंकि हमें सजा रूपी हमारे जीवन में जो मौत हमें मिली थी उसको हटाते हुए നമുക്ക് ജീവൻ നൽകിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ हमें जीवन दिए प्रभु पर जरा हम उसकी महिमा करें। और इससे अपने हाथों को उठाकर अपने प्रभु की हम महिमा करें ऊंचे आवाज में। हालेलुया। അടുത്ത പൗലോസ് പറയുന്നു, अगला पौलुस कहता है, അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് और इस अक्षर के या वचन की सेवकाई में से നമ്മളെ ആത്മാവിന്റെ ശുശ്രൂഷയിൽ കൊണ്ടുവന്നു. और वो हमें आत्मा की सेवकाई में लेके आया। അപ്പൊ അതൊക്കെ വിടുക. और वो सब हम छोड़ रहे हैं। നാലാമത്തെ കാര്യം और चौथी बात, നമ്മൾ വായിച്ച കുറുവാക്യത്തിനകത്തുണ്ട്. और जो हमने वचन पढ़ा उसमें है, പഴയ നിയമത്തിൽ നിന്ന് पुराने नियम में से എന്തോ ചിലത് നീങ്ങിപ്പോകുന്നു. और कुछ बातें हट रही हैं। പറഞ്ഞേ, നീങ്ങിപ്പോകുന്നു, और अब बोले हट रही हैं, ഫെയിൽ ചെയ്യപ്പെടുന്നു. और वो हट रही हैं। എന്നാൽ പുതിയ നിയമത്തിനകത്ത് लेकिन नए नियम में നിലനിൽക്കുന്നു. और वो स्थिर खड़ी है। ഹലോ. हालेलुया। പഴയ നിയമത്തിൽ എന്ത് ചെയ്യപ്പെടുകയാണ്? और पुराने नियम में क्या हो रहा है? നീങ്ങിപ്പോകുകയാണ്. वो हट रहा है। നമ്മൾ വായിച്ചേ, हमने क्या पढ़ा था? നീങ്ങിപ്പോകുന്നതിന്റെ അന്തം और उस घटने वाले तेज का अंत, ഇസ്രായേൽ മക്കൾ കാണാതിരിക്കേണ്ടതിന് और इजरायली ना देखे इसलिए, മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടു. और मूसा ने अपने मुंह के सामने पर्दा डाला। നിങ്ങൾ പറഞ്ഞ എന്താ നീങ്ങിപ്പോകുന്നേ? और आप बोले क्या हटता है? എന്താ നീങ്ങിപ്പോകുന്നേ? क्या हटता है? എന്താ നീങ്ങിപ്പോകുന്നേ? क्या हटता है? മൂടുപടമാണോ? അല്ല, തേജസ്. और वहां पर जो तेज है या जो महिमा है वो हटता है। അപ്പം ദൈവാത്മ പറയുകയാണ്, लेकिन परमेश्वर का आत्मा कहता है, പഴയ നിയമത്തിൽ തേജസ് ഉണ്ട്, पुराने नियम में वो महिमा या तेज है, പക്ഷെ ആ തേജസ് എന്ത് ചെയ്യപ്പെടുകയെന്ന് അറിയാമോ? लेकिन वो तेज क्या हो रहा है? അത് നീങ്ങിപ്പോകുകയാണ്, वो घट रहा है, അല്ലെങ്കിൽ ഫെയിൽ ചെയ്യപ്പെടുകയാണ്. वो घट रहा है। ആമേൻ. हालेलुया। മോശ തിരിച്ചറിഞ്ഞു, और मूसा को समझ में आया, ഈ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് और जैसे जैसे समय आगे बढ़ता है തന്റെ മുഖത്ത് വെളിപ്പെട്ട തേജസ് അത് നീങ്ങിപ്പോകുകയാണ്. और उसके मुंह में जो तेज है, प्रकाश है, वो प्रकाश धीरे धीरे घट रहा है। എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, लेकिन आज रात में विश्वास कीजिए मेरे प्रियो, നീങ്ങിപ്പോകുന്ന തേജസ്സിന്റെ ശുശ്രൂഷയിലേക്കല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്നത്. और एक घटने वाली महिमा में तेज की सेवकाई में प्रभु हमें नहीं लेकर आया, നീങ്ങിപ്പോകാതെ നിലനിൽക്കുന്ന ഒരു തേജസ്സിന്റെ ശുശ്രൂഷ. लेकिन बिना हटने वाले हमेशा स्थिर रहने वाली एक महिमा में सेवकाई में प्रभु हमें लेके आया നിങ്ങൾ है। വിശ്വസിക്കുന്നുണ്ടോ? क्या आप विश्वास करते हैं? ഇതിനകത്തൊരു തേജസ് ഉണ്ട് കേട്ടോ. इसमें एक महिमा है, एक तेज है। അവനെ ഈ ശുശ്രൂഷയ്ക്കകത്തൊരു തേജസ് आप ഉണ്ട്. बोले इस सेवकाई में एक तेज है। അഭിഷക്തന്മാരെ നീങ്ങിപ്പോകുന്ന ഒരു ശുശ്രൂഷയ്ക്ക് അല്ല നമ്മൾ ദൈവം വിളിച്ചത്. अभिषेक तो एक हटने वाली सेवकाई में प्रभु लेकर नहीं आया, മഹത്വം ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മൾ और വന്നിരിക്കുന്നത്. महिमा जो है हमेशा प्रकाशमान रहने वाले उस सेवकाई
बड़ाई में प्रभु लेके आया है। അഭിമാനമുള്ള ദൈവമക്കളൊക്കെ കരങ്ങൾ ഉയർത്തി के സ്തോത്രം साथ ചെയ്യുക. हम एक बार फिर से प्रभु की महिमा करें। हालेलुया ആമേൻ. हालेलुया നിലനിൽക്കുന്ന തേജസ്. और स्थिर रहने वाली महिमा। ആമേൻ. മോശ മനസ്സിലാക്കിയാണ് और मूसा को समझ में आया ഒന്ന് ഈ തേജസ് നീങ്ങി പോകുന്നു. और पहला ये जो तेज है वो घट रहा है അപ്പോൾ അതിന്റെ അർത്ഥം അത് ഇറ്റ്സ് മൂവിങ് അവേ. और उसका अर्थ ये घट रहा है वो ओझल हो रहा है। രണ്ട്, दूसरा ഈ തന്റെ മുഖത്ത് വെളിപ്പെട്ട തേജസ്സിനെ और उसके मुंह में जो प्रकाशमान हुआ वो तेज നമ്മൾ കാണുന്നുണ്ട്. മോശ ഒരു കാര്യം ചെയ്യാണ്. और मूसा क्या करता ഒരു है മൂടുപടം എടുത്ത് തന്റെ ആ മുഖം മറയ്ക്കുകയാണ്. और वो एक कपड़ा लेकर उस अपने मुंह को पर्दा डाल रहा है नकाब लगा എന്ന് रहा है പറഞ്ഞാൽ ആ തേജസ്സിനെ മറയ്ക്കുകയാണ്. और वो उस तेज को छुपा रहा അപ്പോൾ है। മോശയുടെ മൂടുപടത്തിന് എന്തോത്തിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു? तो मूसा के उस पर्दे में कहां तक वो कर सकता था? ഹൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി वो ഉണ്ടായിരുന്നു. सिर्फ उसके तेज को छुपा सकता था തന്റെ ആ റൂമാല് കൊണ്ട് और उस कपड़े से ആ മൂടുപടത്തെ ആ തേജസ്സിനെ മറച്ചു. और उस पर्दे से उसने क्या किया? उस तेज को छुपा लिया। അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ട തേജസ് और पुराने नियम में प्रकट हुआ जो तेज ഒന്ന് था ഫെയ്ഡ് ചെയ്യപ്പെടുന്നു, और वो घट रहा है രണ്ടും മറയപ്പെടുന്നു. और दूसरा छुप रहा है। പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്നേ. अब हम नए नियम में आए യേശു ആ മലയിൽ തേജസ്കരിക്കപ്പെടുവാനിടയായി. और यीशु मसीह आमेन रूपांतरण होने वाले पहाड़ में रूपांतरित हुआ ആമേൻ. യേശുവിന്റെ വസ്ത്രങ്ങൾ മിന്നിത്തിളങ്ങി എന്ന വചനം और പറയുന്നു. यीशु मसीह के जो वस्त्र हैं वो आमेन बिजली के समान चमकने लगे। നിങ്ങൾ പറഞ്ഞേ, എവിടെയാ യേശുവിന്റെ തേജസ് और വെളിപ്പെട്ടത്? आप बोले यीशु मसीह का तेज कहां प्रकट हुआ? യേശുവിന്റെ വസ്ത്രത്തിന്റെ മേലല്ല തേജസ് और വന്നത്. यीशु मसीह का तेज उसके वस्त्र में नहीं आया യേശുവിന്റെ ശരീരത്തിലാണ് തേജസ് വെളിപ്പെട്ടത്. लेकिन वो तेज उसके शरीर में आया मेरे प्रियो। പക്ഷെ തന്റെ അകത്ത് വെളിപ്പെട്ട തേജസ്സിനെ മറയ്ക്കാൻ लेकिन उसके अंदर आमेन व्याप्त उस तेज को छुपाने के लिए ആ തന്റെ വസ്ത്രത്തിന് കഴിഞ്ഞില്ല. उसका वस्त्र आमेन उसका वस्त्र से नहीं हुआ। അകത്ത് വെളിപ്പെട്ട തേജസ് വസ്ത്രത്തെ കവിഞ്ഞ് ആ ദേശം മുഴുവൻ ഓടിയാകാനിടയാണ്. और अंदर जो उसके अंदर जो तेज व्याप्त था छुपा था उस वस्त्र को वो छुपा नहीं पाया और उसके कारण से वो तेज बाहर निकला। ഇന്ന് രാത്രി വിശ്വസിക്കുക, और आज रात में आप विश्वास करें ഒരു മഹത്വത്തിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മളെ और കൊണ്ടുപോകും. एक महिमा में सेवकाई में प्रभु हमें लेके आया है। സന്തോഷമുള്ളവരൊക്കെ കരങ്ങൾ और അടിക്കട്ടെ. उसके साथ जो खुश है वो ताली बजाकर प्रभु की महिमा करे। നല്ലപോലെ സ്തോത്രം ചെയ്യാം. करे, उसकी स्तुति करे, महिमा करे। ഈ ശുശ്രൂഷയ്ക്കകത്ത് ഒരു മഹത്വമുണ്ട്. आप बोले कि इस सेवकाई में एक महिमा है। അതുപോലെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, मेरा अपने बगल में बैठे व्यक्ति से कहे ഈ ശുശ്രൂഷയ്ക്ക് ഒരു മഹത്വമുണ്ട്. और इस सेवकाई में एक महिमा है। ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് ഒരു മഹത്വമുണ്ട്. और इस सेवकाई में एक महिमा है। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ മൂന്നാമത്തെ അധ്യായം ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. और तीसरा अध्याय सेवकाई के बारे में कहता है। ഈ ശുശ്രൂഷ തന്നെ പ്രൊസീഡ് ചെയ്യപ്പെടത്തില്ലല്ലോ. और सेवकाई अपने आप आगे नहीं बढ़ती। ഈ ശുശ്രൂഷ പ്രൊസീഡ് ചെയ്യപ്പെടണമെങ്കിൽ ഈ മിനിസ്റ്റർ ചെയ്യാൻ കുറച്ച് മിനിസ്റ്റേഴ്സിനെ ആവശ്യമാണ്. और अगर इस सेवकाई को आगे बढ़ना है तो सेवकाई के लिए आगे बढ़ाने के लिए कुछ सेवकों को तैयार होना होगा। അവരെ കുറിച്ച് 4ാം അധ്യായം പറയുന്നു. और उनके बारे में चौथा अध्याय कहता है। അപ്പോൾ 4ാം അധ്യായത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. और चौथे अध्याय में इन सेवकों के बारे में यूं कहा है। നിങ്ങൾ ആ വാക്യം നോക്കിയാൽ ഞാൻ പെട്ടെന്ന് പറയാം. और अब उस वचन को जब आप देख लें। പൗലോസ് പറയുന്നു, पौलुस कहता है ഞങ്ങൾക്ക് കരുണയാൽ ലഭിച്ചു. और हमें इसको दया से हमें मिला। നോക്കിക്കേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണയാൽ ലഭിച്ചിട്ട് और पहला वचन में कि हम पर दया हुई कि हमें ये सेवा मिली। ഈ ശുശ്രൂഷ എങ്ങനെ കിട്ടി? ये हमें कैसे मिली? ये सेवा कैसे मिली? അതെ, आप बोले കരുണയാൽ. दया से मिली। കരുണയാൽ. दया से मिली। നമ്മളിത് പകരം കേട്ടില്ലേ? കരുണയാൽ. और आज सुबह हमने जैसे सुना दया से കൃപ 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 उसका കൃപയാൽ. करुणा आमीन हालेलुया उसका अनुग्रह ആമേൻ. हालेलुया। അടുത്ത വാക്ക് और अगला वचन में കരുണയാൽ ലഭിച്ച ശുശ്രൂഷ ആയതുകൊണ്ട് और क्योंकि ये दया से हमें मिली है ഈ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ और इस महिमा में सेवकाई में खड़े रहने वाले सेवकों ഞാൻ ഉൾപ്പെടെയുള്ള എന്നോട് ദൈവാത്മ പറയുന്നു, और मैं मुझे मिलाकर मुझसे पवित्र आत्मा यूं कहती है ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്വജിച്ച് और लज्जित करने वाले हर एक गुप्त कामों को त्याग कर ഒരു നല്ല സ്വത്രം പറഞ്ഞേ, और अक्षय शुद्धि को बोल पाए। ആ വാക്കൊന്നുകൂടെ പറഞ്ഞേ, और जरा वो वचन फिर से कहें ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്വജിക്കണം. और लज्जित करने वाले गुप्त कामों को त्यागना है। ശുശ്രൂഷകരോട് പറയുക,
പറയാണ് और एक सेवक से कह रहा है രഹസ്യം വേണ്ടെന്നല്ല. और कोई रहस्य नहीं चाहिए ऐसा नहीं. ഇപ്പൊ എന്റെ വീട്ടിൽ ഒത്തിരി രഹസ്യമുണ്ട്. और आपके घर में बहुत सारे रहस्य की बातें അതിപ്പോ हैं. ഞാൻ ഭോപ്പാൽ വന്നതുകൊണ്ട് നിങ്ങളോടെല്ലാം പറയണമെന്നുണ്ടോ? और यहाँ भोपाल में आकर आप सबसे कहने की जरूरत नहीं है. ഹല്ലേലൂയ. हालेलुया. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ രഹസ്യങ്ങളൊന്നും പറയത്തില്ല. और जब आपसे बात करते हैं तो आपके घर में जो कुछ भी बातें होती हैं उनको कहने की जरूरत नहीं है. രഹസ്യം വിഷയമല്ല. और वो रहस्य गुप्त बात का कोई विषय नहीं है. ദൈവാത്മ പറയാണ്, लेकिन पवित्र आत्मा यूं कहती है പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൻ और नए नियम के एक सेवक को ലജ്ജാകരമായ രഹസ്യങ്ങളെ വിട്ടുകളയണം. लज्जित करने वाले गुप्त कामों को छोड़ना है. നല്ല സ്വന്തം പറയണം. एक अच्छे स्तुति शब्द बोलना है. എന്താ കാര്യം അറിയാമോ? उसका कारण क्या है? ആമേൻ. ഒരിക്കൽ എല്ലാ രഹസ്യങ്ങളും പരസ്യമാകും. क्योंकि एक दिन जो भी छुपे हुए गुप्त काम है वो सबके सामने आएंगे. നമ്മൾ വെറുതെ വിചാരിക്കും ഇതൊക്കെ രഹസ്യമാണ്. और आपको लगता है कि ये गुप्त है, छुपा हुआ है. ആമേൻ. ഇതൊക്കെ ഒരിക്കൽ പരസ്യമാകും. क्योंकि ये एक दिन सबके सामने आ जाएगा. അപ്പോൾ പരസ്യമാകുമ്പോൾ और जब ये सामने होगा ആമേൻ, ഈ തേജസ്സേറിയ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന ശുശ്രൂഷകൻ और इस महिमा में सेवकाई में भागी होने वाला जो सेवक है അദ്ദേഹത്തിനല്ല നാണക്കേട്, और उसको शर्मिंदगी नहीं होगी. അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷയ്ക്കാണ് നാണക്കേട്. और वो जो सेवकाई करता है उसको शर्मिंदगी होगी. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. और जो समझते हैं उनके लिए धन्यवाद. അപ്പോൾ ദൈവാത്മ പറയാണ്, पवित्र आत्मा कहती है രഹസ്യം വേണ്ടെന്നല്ല, और गुप्त बात नहीं है ऐसा नहीं, ലജ്ജാകരമായ രഹസ്യങ്ങൾ നമ്മൾ തുച്ഛിച്ച് लेकिन കളയണം. लज्जित करने वाले गुप्त कामों को छोड़ना है. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ और പറയുന്നു. ऐसे बहुत सारी बातें कही हैं. എന്തിനാണെന്നറിയാമോ? क्यों? ചുമ്മാതെ നമുക്ക് കയറാൻ പറ്റില്ല. और यूं ही हम उसमें नहीं घुस सकते. നമ്മൾ ഡീൽ ചെയ്യുന്ന മിനിസ്ട്രി ഇത് ശ്രേഷ്ഠകരമായ क्योंकि മിനിസ്ട്രി. जिस सेवकाई में हम हैं वो श्रेष्ठ सेवकाई है. സന്തോഷത്തോടെ और സംസാരിക്കുന്നു. खुशी के साथ प्रभु की महिमा करें. हालेलुया. ഇത് യേശുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷയാണ്. और ये यीशु मसीह के पवित्र लहू के द्वारा स्थापित सेवकाई है. ഇത് മഹത്വമുള്ള ശുശ്രൂഷയാണ്. और ये महिमामय सेवकाई है. അതുകൊണ്ട് ദൈവത്തിന് ചില ക്വാളിറ്റി ഉള്ളവരെ ആവശ്യമാണ്. और इसलिए परमेश्वर को कुछ अच्छे गुण वाले लोग ഇന്ന് चाहिए. രാത്രി ദൈവം ചിലരെ പുറത്തെടുക്കാൻ പോകുന്നതിനാൽ और സ്തോത്രം. आज रात में प्रभु कुछ लोगों को बाहर निकालने वाला है, इसमें उसका धन्यवाद देते അങ്ങനെ हैं. ശുശ്രൂഷകൾക്കായി ദൈവം ചില വീരന്മാരെ പുറത്തെടുക്കാൻ പോകുന്നതിനാൽ और സ്തോത്രം. ऐसे सेवकाई के लिए परमेश्वर कुछ शूरवीरों को निकालने वाला है, इसलिए उसका धन्यवाद देते നല്ല हैं. സ്തോത്രം പറഞ്ഞാട്ടെ. और अच्छे धन्यवाद जरा बोले. ഹല്ലേലൂയ. ആമേൻ. തേജസ്സേറിയ ശുശ്രൂഷ. और महिमामय सेवकाई. ആമേൻ. നമ്മുടെ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ और जब चौथे अध्याय के चौथे वचन में आते हैं അവിടെ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ കാര്യം പറയുന്നുണ്ട്. और वहाँ जो सुसमाचार हम प्रचार करते हैं उसके बारे में कहा അവിടെ है. എന്താ വായിക്കുന്നത്? वहाँ क्या कहा है? ആമേൻ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സേറിയ സുവിശേഷം. और मसीह जो परमेश्वर का प्रतिरूप है उसका तेजोमय सुसमाचार. അഭിമാനത്തോടെ ഇതൊന്ന് കയ്യിലെടുത്തേ. और जरा गर्व के साथ इसको अपने हाथों में ले. സിസ്റ്റർ, ഇത് സാധാ സുവിശേഷമല്ല ഇത്. और ये कोई सामान्य साधारण सुसमाचार नहीं है. ആമേൻ. അഭിഷക്തന്മാരെ, ഇത് സാധാ സുവിശേഷമല്ല. और अभिषिक्तों ये सामान्य सुसमाचार नहीं है. വാക്കോട് പറഞ്ഞേ, और जरा बोले ഇത് തേജസ്സേറിയ ये സുവിശേഷം. तेजोमय सुसमाचार है. നല്ലൊരു സ്വന്തം പറയണം. और एक अच्छा धन्यवाद बोलना है. അഭിമാനത്തോടെ ദൈവത്തെ സ്തുതിക്കണം. कर्म के साथ प्रभु की स्तुति करनी है. കർത്താവിന്റെ വേല ചെയ്യുന്നവർ നെഞ്ചും നെറ്റി നിവർന്നു നിൽക്കണം. और परमेश्वर की सेवकाई करने वाले अपने छाती और सीना तान के बोलना है. അഭിമാനത്തോടെ പറയണം, ഞാൻ कर्म യേശുവിന്റെ के साथ ശുശ്രൂഷകനാണ്. मैं प्रभु का सेवक हूँ बोलना ഞാൻ है. തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രചാരകനാണ്. और मैं तेजों में सुसमाचार का प्रचारक हूँ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. प्रभु का धन्यवाद करें. ഈ സുവിശേഷം എങ്ങനെയുള്ളതാ? और ये सुसमाचार कैसा है? തേജസ്സേറിയ സുവിശേഷം. ये तेजों में सुसमाचार. എന്റെ പ്രിയരെ, ഇത് സ്ഥാപിക്കപ്പെട്ടതിന്റെ ആരംഭം മുതൽ ഇതിനെതിരെ പ്രതിസന്ധിയല്ലേ? और मेरे प्रियो, जब से ये शुरू हुआ तब से इसके खिलाफ सतावट है. ആമേൻ. രാജാധികാരികൾ, और जितने भी राज पदाधिकारी ഭരണാധികാരികൾ, और जो अधिकार में है वो लोग, മതശക്തികൾ, और सांप्रदायिक या धार्मिक ताकतें, തീവ്രവാദ ശക്തികൾ, और आतंकवादी ताकतें, വർഗീയ ശക്തികൾ और सांप्रदायिक ताकतें, എല്ലാം ഈ സുവിശേഷത്തെ ഒതുക്കാൻ നോക്കിയിട്ട് और हर एक जन इस समाचार को रोकने की या खत्म करने की जब चेष्टा की. ഇന്നും ഈ സുവിശേഷം ആളിക്കത്തുന്നതിന്റെ കാര്യം അറിയാമോ? लेकिन आज भी ये सुसमाचार हमें प्रज्वलित रहने का कारण क्या है? ഇത് തേജസ്സേറിയ സുവിശേഷമാണ്. क्योंकि ये तेजों में सुसमाचार है. ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. इसलिए लोग आत्मा में इसको समझ पा रहे हैं. ഇത് സാധാ സുവിശേഷമല്ല.
आपका जन्म हुआ എന്റെ മാതാപിതാക്കൾ അവിടെ കർത്താവിന് വേല ചെയ്യുന്നവരായിരുന്നു. और आपके माता पिता वहां पर सेवकाई करते थे നിങ്ങൾക്കറിയാം അവിടെ നിരോധനമുള്ള ഒരു രാജ്യമാണ്. और आप जानते हैं कि वहां पर सुसमाचार प्रचार के लिए बहुत ही रुकावट है മീറ്റിംഗ് ഒന്നും വേണ്ട, ഒരു ബൈബിൾ കിട്ടിയാൽ മതി. और वहां पर कोई मीटिंग करने की जरूरत नहीं, बाइबल मिल जाए ബൈബിൾ വേണ്ട, ഒരു ട്രാക്ട് കിട്ടിയാൽ മതി. वही नहीं, एक अगर ट्रैक्ट मिल जाए तभी ഒരു സമയം അത് പൊക്കിക്കൊണ്ട് പോകും, അറസ്റ്റ് ചെയ്യും. और कुछ नहीं, फिर उसको पकड़ के ले जाएंगे, गिरफ्तार कर देंगे. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്കറിയാമോ लेकिन क्या आप जानते हैं നമ്മുടെ നാട്ടിൽ നിന്നുള്ള സകല ബന്ധക്കോസ്തുകാരും आज हम केरल में जितने भी पेंटेकोस्ट के लोग हैं ഭൂരിഭാഗം പേര് और अधिकांश लोग ആമേ സൗദി അറേബ്യയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതാണ്. और वो सऊदी में जाकर उन्होंने उद्धार प्राप्त किया है. ഞങ്ങളുടെ ചർച്ചിൽ ആഴ്ചയാഴ്ച സ്നാനമായിരുന്നു. और आपके कलीसिया में हर हफ्ते बपतिस्मा होता था അണ്ടർഗ്രൗണ്ടിലൊക്കെയാ. और वो आमीन जमीन के नीचे होता था അതെ, അണ്ടർഗ്രൗണ്ടിൽ അത്ഭുതങ്ങളാ. और लेकिन जमीन के नीचे भी वहां पर अद्भुत कार्य होता था. എന്താ മനസ്സിലായേ? और क्या समझ में आया എവിടെ തടയുന്നോ और जहां रोकोगे അവിടെ ആളിക്കത്തും. वहां और पड़ेगा. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. विश्वास करते हो നിങ്ങളുടെ ഗ്രാമത്തിൽ സുവിശേഷത്തിന്റെ തേജസ് കത്താൻ പോവാ. और आपके गांव में सुसमाचार का तेज प्रकट होने वाला है. നല്ലൊരു സ്വപ്നം വരാം. हालेलुया. നമുക്കറിയാവുന്ന ഒത്തിരി സുവിശേഷത്തെ തടയുന്ന ഒരു സംസ്ഥാനമാണ് യു.പി. और हम जानते हैं आज के समय में बहुत ज्यादा सुसमाचार का विरोध होने वाला एक राज्य है यूपी. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിഷേകനെ പരിചയപ്പെട്ടു. और आपने पिछले हफ्ते एक अभिषेक से आपका परिचय हुआ അദ്ദേഹത്തിന്റെ ചർച്ചിൽ 20,000 പേര് ഞായറാഴ്ച ആരാധിക്കുന്നു. और कि उनके कलीसिया में हर रविवार को 20,000 लोग आराधना करने ഒരു आते हैं. നല്ല സ്വപ്നം പറഞ്ഞേ. और एक अच्छा स्तुति बोले, പക്ഷേ ഒന്നും രണ്ടും അല്ല, एक या दो नहीं, പക്ഷേ 20,000 പേര് 20,000 लोग वहां आते हैं ഷിഫ്റ്റ് വെച്ച് ആരാധിക്കുക. और अलग अलग भागों में आराधना होता है. രാവിലെ 8 തൊട്ട് 10, और सुबह 8 से 10 അരമണിക്കൂർ ബ്രേക്ക്, और उसके बीच में आधे घंटे 10 തൊട്ട് 12, फिर उसके बाद 12 बजे तक, അരമണിക്കൂർ ബ്രേക്ക്, फिर उसके बाद आधा घंटे 1 മണി തൊട്ട് 3 മണി വരെ उसके बाद 3 बजे तक ഷിഫ്റ്റ് വെച്ച് ആരാധന. और एक भागों में आराधना होती है. എവിടെ തടയുന്നോ और जहां रोकोगे അവിടെ സുവിശേഷമായി वहां सुसमाचार और पड़ेगा, और पड़ेगा. രാത്രി ഞങ്ങൾ ആത്മാവിൽ പറയുന്നു. आज रात को आत्मा में कहते हैं വർഗീയ ശക്തിക്ക് തടയാൻ പറ്റില്ല. और वही सामुदायिक ताकत रोक അത് മനുഷ്യൻ ആത്മാവിനെ പോലെ സ്വീകരിക്കും. स्वीकारे അഭിമാനത്തോടെ സ്വപ്നം കാണാം. के साथ उसकी स्तुति करें. ये तेजों में सुसमाचार है. हालेलुया. आमीन. और बल के साथ प्रभु की महिमा करें. आमीन. और बल के साथ उसकी महिमा करें. ഹല്ലേലൂയ. हालेलुया. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒന്നുകൂടെ പറഞ്ഞേ. और बगल में बैठे व्यक्ति से जरा बोले, തേജസ്സേറിയ സുവിശേഷം. तेजों में सुसमाचार. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, जैसे कल आपने कहा, റിലയൻസിലെ ജോലി വിട്ട് എംടെക് വരെ പഠിച്ചിട്ട് ഇറങ്ങിയതാ. और रिलायंस के नौकरी को छोड़कर एमटेक पीजी करने के बाद आप सेवकाई के लिए निकले. ഞാൻ ഇറങ്ങുമ്പോൾ വിചാരിച്ചു കർത്താവേ വട്ടപൂജ്യത്തിലാണല്ലോ. और जब आप निकले तो आपने ऐसा सोचा, प्रभु जी हमें शून्य है, कुछ नहीं. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വട്ടപൂജ്യ. और लेकिन आज वापस देखते हैं, पीछे मुड़ के देखते हैं, तो आज भी शून्य है. ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്ക്, और आप ऐसे बीच में सोचते हैं, കർത്താവേ എംടെക് വരെ പഠിച്ച പഠിത്തം പോയി ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ, और आपने सोचा एमटेक तक जो पढ़ा, आमिन इंजीनियरिंग में पढ़ा, वो सब तो चला गया, व्यर्थ हो गया. अगर हो सके, अगर बाइबल कॉलेज में पढ़ लेते എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നല്ലോ. तो कुछ बन सकते थे. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വട്ടപൂജ്യ. और तब फिर पीछे मुड़ के देखते हैं, तब भी शून्य है. ആമേൻ. ഒന്നുമില്ല കയ്യില്. कुछ नहीं है हाथ में. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. लेकिन आपको एक बात पता है, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, परमेश्वर की आत्मा ने आपसे बोला, നീ തേജസ്സേറിയ സുവിശേഷത്തിലാണ് നിൽക്കുന്നത്. तेजों में सुसमाचार के लिए खड़ा है. ഇന്ന് രാത്രി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എന്നെ വിളിച്ചുകൊണ്ടല്ല, आज रात में हम आपके सामने अपनी भूमि से नहीं खड़े हैं. ഇതിന്റെ മഹത്വം കണ്ട് ഞാനത് അതിനുവേണ്ടി ഇറങ്ങി और തിരിച്ചതാ. इसकी महिमा को देखकर आप उसके लिए निकले हैं. അങ്ങനെ ഇറങ്ങി അഭിഷക്തന്മാർക്ക് സ്വപ്നം ചെയ്ത് और ऐसे जो निकले हर एक परमेश्वर के दास प्रभु की महिमा करें. അഭിമാനത്തോടെ പറഞ്ഞ this is glorious और वो इस गर्व के साथ बोले, ये महिमा में सेवकाई है. Hallelujah. हालेलुया. ആമേൻ. ഇനി അടുത്ത നോക്കിക്കേ, और अगला जरा देखिए, മൂന്നാമത്തെ വാക്യം, उसका तीसरा അല്ല നാലാമത്തെ വാക്യം. और चौथा वचन. തേജസ്സേറിയ സുവിശേഷമൊക്കെയാ, और इन तेजों में सुसमाचार तो है, പക്ഷെ ഇതിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് लेकिन उसका प्रकाश उन पर ना चमकने के ഈ लिए ലോകത്തിലെ ദൈവം और इस संसार के प्रभु ने അവിശ്വാസികളുടെ മനസ്സിൽ എന്ത് ചെയ്തിരിക്കുക? और अविश्वासियों के मन को क्या कर रखा है, കുരുടാക്കിയിരിക്കുക.
और अंधा कर दिया है। ഈ മൂന്നാമത്തെ വാക്യം പറയുന്നത് മൂന്നാമത്തെ അധ്യായത്തിൽ और तीसरे अध्याय में നമ്മളൊരു മൂടുപടം കാണുന്നു. हम एक पर्दा देखते हैं അപ്പൊ അത് വെച്ചൊന്ന് കണക്ട് ചെയ്തേ. और वो जरा हम सोचें। ആമേൻ. ഹല്ലേലൂയ. എന്റെ കുമാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആമേൻ. സുവിശേഷത്തിന്റെ തേജസ് വെളിപ്പെടാതിരിക്കാൻ और सुसमाचार का वो प्रकाश ना चमकने के लिए പിശാച് എന്ത് ചെയ്യുക? और शैतान क्या करता है? ചില മനസ്സുകളെ और कुछ मनों को കുരുടാക്കുക. अंधा कर देता है। ഒന്നുകൂടെ പറഞ്ഞാൽ फिर से बोले। ചില മനസ്സുകൾക്കകത്ത് और कुछ मनों को ഹൃദയം മണിയൊന്നേ മനസ്സുകൾക്കകത്ത് और कुछ मनों को പിശാച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? शैतान क्या करता है? മൂടുപടം ഇടുക. और वो पर्दा डालता है। ഹലോ, हालेलुया। ശ്രദ്ധിച്ച് കേൾക്കണം. ध्यान दें। സുവിശേഷത്തെ മറയ്ക്കാൻ പറ്റുമോ? क्या सुसमाचार को छुपा सकता है? സുവിശേഷത്തെ മറയ്ക്കാൻ പറ്റുമോ? क्या सुसमाचार को छुपा सकते हैं? ഉറപ്പോടെ പറ. ഇല്ല. തന്റെ ഇടത്തോടെ പറ. ഇല്ല. गर्व के साथ, ഞാൻ വിശ്വസിക്കുന്ന പിശാചിന്റെ ഫസ്റ്റ് സ്ട്രാറ്റജി. और हम विश्वास करते हैं शैतान का जो पहला तंत्र ये होगा। സുവിശേഷത്തെ മറയ്ക്കാൻ നോക്കി. और पहले वो सुसमाचार को छुपाने की कोशिश की എത്ര ഇതിന് പറ്റുന്നില്ല. और करने के बावजूद नहीं हुआ। എത്ര മറയ്ക്കാൻ നോക്കിയാൽ ഇത് പുറത്തു വരും. और कितना छुपाने की कोशिश किया तब भी वो बाहर आने लगा। കാരണം ഇത് തേജസ്സേറിയ സുവിശേഷം. और ये तेज वाले सुसमाचार है। നല്ലൊരു സ്വന്തം പറ. और अच्छी महिमा करे। ഏതൊക്കെ ഭരണശക്തികൾ ഏതൊക്കെ ശക്തി ഞാൻ വിശദീകരിക്കുന്നില്ല, ഏതൊക്കെ ശക്തി ശ്രമിച്ചാലും ഇതിനെ മറയ്ക്കാൻ പറ്റില്ല. और चाहे कोई भी सरकार कोई भी अधिकार है इसको नहीं छुपा सकती। അപ്പൊ പിശാചിന്റെ രണ്ടാമത്തെ സ്ട്രാറ്റജി अब जो शैतान का जो दूसरी रणनीति क्या हो? ഇതിനെ മറയ്ക്കാൻ പറ്റില്ല. और इसको नहीं छुपा सकते। പക്ഷെ ഇതിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം എന്നടിക്കേണ്ട ഇവന്റെ മനസ്സിനെ മറയ്ക്കാം. और इस तेजो में सुसमाचार का प्रकाश जिस मन में पड़ना है उसके मन को क्या कर दिया? पर्दे में डाल दिया ഇവന്റെ മനസ്സിനെ അടച്ചു. और इसके मन को छुपा दिया। അതെ, ഇവന്റെ മനസ്സിനെ അടച്ചു. और बोले इसके मन को छुपा दिया। അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, अगर ऐसा है तो मेरा सवाल ഇത് है നമ്മൾ ഈ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എന്നാ കാര്യം? तो हम ये जो मीटिंग सब करते हैं उसका क्या मतलब? മറയ്ക്കാനുള്ളവരെ പിശാചി മറയ്ക്കുകയാണെങ്കിൽ और जिसको छुपाना है अगर शैतान छुपा रहा है तो നമ്മൾ വെറുതെ ഈ പരിപാടിയായിട്ട് तो നടക്കുകയല്ല. हम तो यूं ही ये सब काम कर रहे हैं। കേൾക്കുന്നുണ്ടോ? क्या सुन रहे हो? കേൾക്കുന്നുണ്ടോ? क्या सुन रहे हो? ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം പറയുന്നതിന് മുമ്പ് लेकिन परमेश्वर की आत्मा ये वचन कहने से पहले ഒരു വാക്യം അതിന് മുമ്പ് കൂട്ടി എഴുതി. और एक वचन उससे पहले कहा। ഈ സുവിശേഷം മറയുന്നുണ്ടെങ്കിൽ और अगर ये सुसमाचार छुप रहा है ആർക്കാ മറയുന്നറിയാമോ? और किसके लिए छुप रहा है? നശിച്ചു പോകുന്നവർക്ക്. और नाश होने वालों के लिए छुप रहा है। കേട്ടെ കേട്ടെ ഒന്ന് പറഞ്ഞേ. क्या बोले? हमारे साथ बोले। ആരാ മാർഗമാണ് പറയുന്നത്? और किसके लिए वो छुप रहा है? നശിച്ചു പോകുന്നവർക്ക്. नाश होने वालों के लिए छुप रहा है। ഒന്ന് തിരിച്ചു പറഞ്ഞേ. जरा उसको उल्टा बोले। അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവനെയോ? अगर ऐसा है तो जो उद्धार प्राप्त करता है वो कौन है? രക്ഷിക്കപ്പെടുന്നവനെ എത്ര മറച്ചാലും और जो उद्धार प्राप्त करता है उसे जितना भी छुपाने की कोशिश करे രക്ഷിക്കപ്പെടേണ്ടവനെ എത്ര മറച്ചു വെച്ചാലും और जो जिसको उद्धार प्राप्त करना है उसे कितना भी छुपा ले അവന്റെ കണ്ണിന് മുമ്പിൽ കട്ടയിട്ട് വെച്ചാൽ और उसके सामने बड़ा मोटा पर्दा भी डाल दे तो അത് കീഴുകയും പുറത്തെടുക്കും. और उसको बाहर के परदेशी से बाहर निकल आएगा। അവരാത്മാവ് തിരിച്ചറിയുന്നു. आत्मा में समझ पा रहे हैं। അങ്ങനെ പുറത്തു വന്ന ദൈവമക്കൾ സ്വന്തം ऐसे कराने परमेश्वर के चरणों की महिमा करे। പിശാചിന്റെ മൂടുപടങ്ങൾ കീറി പുറത്തു വന്നവർ परमेश्वर उस शैतान के पर्दों को फाड़ कर बाहर निकले परमेश्वर के लोग തലമടിച്ചൊക്കെ നാം ദൈവത്തെ ആരാധിക്കുക. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. കേൾക്കണേ? जरा सुने ദൈവത്തിന്റെ ആത്മാ പറയുക, परमेश्वर की आत्मा कहती है ഇവന്റെ ഈ കുരുട്ട് മാറ്റണമല്ലോ. और इसका अंधापन हटाना है। ഉടനെ ദൈവാത്മ പറയുന്നു, तो पवित्र आत्मा क्या कहती है? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം और अंधकार में से प्रकाश चमकने के लिए आज्ञा दिया हुआ परमेश्वर ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം और परमेश्वर की महिमा की पहचान की ज्योति जो यीशु मसीह के चेहरे में തേജസ് വിളങ്ങേണ്ടതിന് और उसे प्रकाशमान होने के लिए നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. और उसने हमारे हृदय में चमकाया है। ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറയാം. और एक वचन में कहना चाहेंगे ഇവന്റെ അകത്ത് ഉള്ള ഇരുട്ട് മാറ്റാൻ और इसके हृदय में जो अंधकार छुपा है ദൈവം ചെയ്ത പരിപാടി എന്താ അറിയാമോ? और परमेश्वर ने क्या काम किया? തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടും. और तेजों में आमीन वो जो आज्ञा थी वो हमारे अंदर उसने प्रकट की। പിടി കിട്ടില്ല നിങ്ങൾക്ക്? आपको समझ में नहीं आया? മനസ്സിലായോ? क्या समझ में आया? നമ്മുടെ പിശാചി മറച്ചു വെച്ചിരിക്കുക. और शैतान ने छुपाया है ദൈവം ഡയറക്റ്റ്ലി ഇവന്റെ വീട്ടിൽ വന്ന് പ്രകാശിക്കുന്നില്ല. और लेकिन परमेश्वर सीधे उसके घर में आकर उसे प्रकाशमान नहीं करेगा। അവൻ നിന്റെ അന്ധകാരം മാറ്റാൻ और तेरे अंधकार को दूर करने के लिए ദൈവത്തിന്റെ തേജസ് എന്നിൽ ദൈവം പകർന്നു. परमेश्वर ने
ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗങ്ങളെ തിരിച്ചറിയുന്നവർക്കായി സ്വന്തം आज रात में परमेश्वर की योजना को समझने वाले लोगों के लिए धन्यवाद देते हैं। ചില ഗ്രാമങ്ങളുടെ കൂടി വിട്ടുമാറ്റാം, गाँव के अंधकार को दूर करने के लिए, ചില പട്ടണങ്ങളുടെ അന്ധകാരം മാറ്റാം. कुछ शहरों के अंधकार को दूर करने के लिए വിശ്വസിക്കുന്നവർ സ്വീകരിച്ചാൽ അറിയാമല്ലോ, उसे स्वीकारे। നിങ്ങളുടെ തേജസ് വെളിപ്പെട്ടിരിക്കുകയാണ്. आपके ऊपर परमेश्वर ने एक तेज प्रकट किया है। നിയോഗമുള്ള നിയമങ്ങളും ആത്മാവിനെ സ്വീകരിക്കുക. आए वो प्रभु की महिमा करे। നിങ്ങളുടെ തേജസ് ഇറങ്ങിയിരിക്കുന്നു. समझे कि आपके ऊपर परमेश्वर ആത്മാവിൽ അല്പസമയം ആത്മാവിനെ സ്വീകരിക്കുക. इस बात को स्वीकारे। സകല പ്രവർത്തികളെ വഴിക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. बंधनों को तोड़ने के लिए परमेश्वर की आत्मा आपको अभिषिक्त कर रही ആ है। തേജസ് വിളങ്ങേണ്ടതിന് और वो तेज प्रकाशमान होने के लिए അത് വെളിപ്പെട്ടിരിക്കുന്നു. और हमने वो प्रकट हुआ है। കരങ്ങളെ ഉയർത്തി നല്ലപോലെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളിലും ഒരു തേജസ് വെളിപ്പെടുമെന്ന്? क्या आप विश्वास कर रहे हैं कि आपके अंदर और आप तेज प्रभु प्रकट करेगा? ആമേൻ. आमीन। വിശ്വസിക്കുന്നുണ്ടോ? क्या विश्वास करते हैं? നിങ്ങൾ തേജസ്സേറിയ സുവിശേഷം പ്രസംഗിക്കുന്നവരാണെങ്കിൽ, अगर आप वो तेजों में सुसमाचार देते हैं നിങ്ങളുടെ ശുശ്രൂഷയിൽ മഹത്വം വെളിപ്പെടണം. तो आपके सेवकाई में महिमा को प्रकट होना है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ഭാഗമാണെങ്കിൽ, और अगर आप तेजों में सुसमाचार के भागीदार हैं, നിങ്ങളിലൂടെ മഹത്വം വെളിപ്പെടണം. आपके द्वारा वो महिमा को प्रकट होना है। ദൈവമഹത്വം വെളിപ്പെടണം. നിങ്ങളുടെ മഹത്വമല്ല, ദൈവമഹത്വം और വെളിപ്പെടണം. आपकी महिमा नहीं, परमेश्वर की महिमा प्रकट होनी है। और इच्छा के साथ प्रार्थना करें। കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് जरा हाथों को उठाएं, ഉയർത്തിപ്പിടിച്ച് जरा अपने हाथों को उठाएं। കർത്താവേ, എന്നിലൂടെ, और प्रभु जी मेरे द्वारा എന്റെ സഭയിലൂടെ, और मेरे कलीसिया के द्वारा എന്റെ തലമുറയിലൂടെ, और मेरे बच्चों के द्वारा may the glory of God be radiated. और प्रभु की महिमा उसके द्वारा प्रकाशमान हो। ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. और इच्छा के साथ प्रार्थना करें, ആഗ്രഹത്തോടെ. इच्छा के साथ। അഭിഷേകരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ മഹത്വം വെളിപ്പെടാൻ പോവാ. और विश्व को आपके सेवकाई में महिमा प्रकट होने वाली है। ചില കുടുംബങ്ങളൊക്കെ ആത്മാവിൽ പറയുന്നു, कुछ परिवारों को देखकर आत्मा में मुंह कहते हैं, നിങ്ങളെ ആ കുടുംബത്തിൽ ദൈവമഹത്വം വെളിപ്പെടാൻ പോവാ. आपके परिवार में प्रभु की महिमा प्रकट होने वाली है। സഹോദരി, നിന്റെ കുടുംബത്തിൽ മഹത്വം വെളിപ്പെടാൻ പോകും. ये बहन आपके परिवार में महिमा प्रकट होने वाली है। കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ മഹത്വം വെളിപ്പെടാൻ പോകും. ये बच्चों आपके घरों में परिवार में प्रभु की महिमा प्रकट होने वाली है। പാസ്റ്ററെ, സഭയിൽ മഹത്വം വെളിപ്പെടാൻ പോകും. ये पासवान आपके कलीसिया में महिमा प्रकट होने वाली है। ഗായക സംഘമേ, നിങ്ങളുടെ പാട്ടിൽ, നിങ്ങളുടെ ആരാധനയിൽ മഹത്വം വെളിപ്പെടാൻ പോകും. और एक गीत गाने वालों आपकी आराधना गीत में भी महिमा प्रकट होने वाली നിങ്ങളുടെ है। വചന ശുശ്രൂഷയിൽ മഹത്വം വെളിപ്പെടാൻ പോകും. आपके बच्चे की सेवकाई में महिमा प्रकट होने वाली है। हालेलुया। ഭവനത്തിൽ മഹത്വം. और घर में महिमा, പറഞ്ഞേ, ഭവനത്തിൽ മഹത്വം. हम कहें घर में महिमा। ഭവനത്തിൽ മഹത്വം വെളിപ്പെടുകൂ. क्या घर में प्रभु की महिमा प्रकट होगी? യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ഒരു കുടുംബമായിരുന്നു ദാനിയേലിന്റെ ഭവനം. और यीशु मसीह के बहुत ही चाहेता या एक प्रिय परिवार था वो बथनी का वो परिवार। പെട്ടെന്ന് ആ വീട്ടിൽ നാസറങ്ങ് മരിച്ചു. और बहुत ही जल्द वहां पर लाजर की मृत्यु हुई। യേശു വാർത്ത അറിഞ്ഞിട്ട് പോയില്ല. और यीशु ने जब वो समाचार सुना तो वो एकदम से नहीं गया। അവൻ ദീനമായി കിടക്കുന്നത് അറിഞ്ഞിട്ട് പോയില്ല. और जब उसको पता चला कि लाजर बीमार है तो वो नहीं गया। അവൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് പോയില്ല. और जब वो जान गया कि वो मर गया तब भी नहीं गया। ദീനമായി കിടന്നപ്പോൾ പോയി സൗഖ്യമാക്കിയിരുന്നെങ്കിൽ നാളെ നമ്മൾ പറഞ്ഞ പാരസെറ്റമോൾ കൊടുത്ത് മാറേണ്ട രോഗത്തെ കഥ സൗഖ്യമാക്കി. और अगर हमें जब वो बीमार था और जाकर प्रार्थना करके अगर उसे चंगाई मिलती तो हम कहते अरे इसको तो दवाई मिल गई है, क्रोसिन मिल गया, हमें उससे वो चंगा हो गया। കഥ പോയില്ല. इसलिए प्रभु नहीं गया। അടക്കം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ കഥ ചെല്ലുക. और दफन भी हो गया, सब कुछ हो गया, उसके बाद 3 दिन के बाद प्रभु पहुंचता है। മാർത്തയും മറിയം പറയാ, और मार्था और मरियम क्या कहते हैं? കർത്താവേ, ഞങ്ങൾ വിളിച്ചു, प्रभु जी आपको बुलाया, അങ്ങ് വന്നില്ല. आप नहीं आए। വന്നിരുന്നെങ്കിൽ अगर आप आते ഞങ്ങളുടെ സഹോദരൻ हमारा മരിക്കത്തില്ല. भाई नहीं मरता। ഉടനെ യേശു പറയാ, तब प्रभु कहता है, മാർത്ത
अगर तू विश्वास करती है നിന്റെ ഭവനത്തിൽ മഹത്വം വെളിപ്പെടും. तेरे घर में एक महिमा प्रकट होगी। हालेलुया। ദൈവം കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുക. और प्रभु अपने चेलों से कहता है, ശിഷ്യന്മാർ പറഞ്ഞു, യേശു പോകുന്നില്ലേ? और प्रभु से वो पूछते हैं, प्रभु जी क्या नहीं जा रहे हो? Your favorite person, और आपका चहेता व्यक्ति നിന്റെ സുഹൃത്ത്, और तेरा दोस्त അദ്ദേഹം മരിച്ചിരിക്കുന്നു, പോകുന്നില്ലേ? वो मर गया है, क्या नहीं जा रहे? ദീനമായി കിടക്കുന്നു, പോകുന്നില്ലേ? वो बीमार है, क्या नहीं जा रहे? യേശു പറയുക, यीशु कहता है, ഈ ദീനം और ये बीमारी മരണത്തിനല്ല, वो मृत्यु के लिए नहीं, മഹത്വത്തിനാണ്. महिमा के लिए है। हालेलुया। ഇന്ന് രാത്രി കുടുംബങ്ങളെ ആത്മാവിൽ പറയുന്നു, आज रात को कुछ परिवारों को देख के आत्मा में ये कहते हैं, അസാധാരണമായ ചില പ്രതിസന്ധി ആ വീട്ടിനകത്ത് और വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, एक असामान्य एक प्रतिकूल अवस्था उस घर में है तो, കർത്താവ് ഇപ്പോൾ സൈലന്റ് ആണെങ്കിൽ, और अगर प्रभु अभी चुप है तो ഭാരപ്പെടണ്ട. आप व्याकुल ना हो। ആ വീടിനകത്ത് ഒരു ഗ്ലോറി വിശ്വസിച്ച് സ്വീകരിക്കുക. और विश्वास करके स्वीकारे, ആ പടച്ചൽ മഹത്വത്തിനാകാൻ പോകുക. और वो पड़ोस को बढ़ोतरी प्रभु देने वाला है, ആത്മാവ് അതിനോട് പ്രതികരിച്ചു. और आत्मा में उसकी प्रतिक्रिया करे, അതിനോട് പ്രതികരിച്ചു. और आत्मा में प्रतिक्रिया ഈ करे। രോഗം ഒരു മഹത്വത്തിനാകാൻ പോകുക. और ये बीमारी महिमा के लिए बनने वाली है। ദൈവാത്മാവ് ചിലരെ തൊടുന്നുണ്ട്. और आज प्रभु कुछ लोगों को छू रहा है, ചില രോഗങ്ങൾ മഹത്വത്തിനാകാൻ പോകുക. बीमारी महिमा में तब्दील होने वाली है, തടസ്സങ്ങൾ മഹത്വത്തിനാകാൻ പോകുക. तब्दील होने वाली है, പ്രതിസന്ധികൾ മഹത്വത്തിനാകാൻ പോകുക. और महिमा में तब्दील होने वाली है। ये किसी दूसरे के घर में क्यों नहीं किया? ഇതെല്ലാ വീട്ടിലും ചെയ്യാൻ കർത്താവിന് പറ്റത്തില്ല. क्योंकि ये सबके घर में प्रभु नहीं कर सकता है। കർത്താവിന് ഫ്രീഡം വേണ്ടേ? प्रभु को भी तो एक आजादी चाहिए। ഹലോ, हालेलुया। നിങ്ങൾ പറഞ്ഞു എന്താ ഈ വീട്ടിൽ ചെയ്തേ? और आप बोले इस घर में क्यों किया? ഇവിടെ ചെയ്ത പ്രശ്നങ്ങളില്ല, കർത്താവിന് അറിയാം. क्योंकि प्रभु जानता है यहाँ पर करेंगे तो कोई समस्या नहीं है, വല്ല വീട്ടിലും കർത്താവ് ചെയ്യത്തില്ല. और किसी के घर में प्रभु नहीं करेगा। താൻ സ്നേഹിച്ച വീടായോണ്ടാ ചെയ്തേ. और क्योंकि वो जिस परिवार से प्रेम करता था उसमें किया, തന്റെ പ്രിയ ഭവനമായോണ്ടാണ് പറഞ്ഞത്. और क्योंकि उसका प्रिय परिवार था इसलिए किया। നിങ്ങൾ കർത്താവുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ, क्योंकि अगर आप प्रभु के साथ है तो, പ്രാർത്ഥിക്കുന്നവനായിട്ട്, और अगर प्रार्थना करने के बावजूद, ശുശ്രൂഷൻ മുമ്പന്തി നിന്നിട്ട്, और सेवकाई में आगे बढ़ने के बावजूद, പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നമാണ്, और समस्या के पीछे समस्या आ रही ആ है, പ്രശ്നം മുഴുവൻ അടിഞ്ഞ് और वो समस्या पूरा दूर करना, അത് മഹത്വത്തിന് കാരണമാകാൻ പോകുന്നു. और लोग महिमा में तब्दील होने वाली है। വിശ്വസിച്ച നാമം പറഞ്ഞു. और विश्वास के साथ आगे चले, और आराधना करें पूरे मन के साथ। हालेलुया। നമ്മളിൽ ഒരു മഹത്വം ഉണ്ട്. और हम में एक महिमा मौजूद है, നമ്മളിൽ നിന്നൊരു മഹത്വം വെളിപ്പെടണം. और हमारे अंदर वो महिमा प्रकट होनी है, ശുശ്രൂഷയിൽ മഹത്വം വെളിപ്പെടണം. और सेवकाई में महिमा प्रकट होनी है। കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് മഹത്വമുള്ള ശുശ്രൂഷയാണ്. क्योंकि हम वो महिमा में सेवकाई करते हैं, നമ്മൾ പ്രസംഗിക്കുന്നത് മഹത്വമുള്ള സുവിശേഷമാണ്. और हम महिमा में सुसमाचार को प्रचार करते हैं। പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം, लेकिन अब जरा ध्यान दीजिएगा, ഇതൊക്കെ ശരിയാണെങ്കിൽ ये सब सही है तो भी നമ്മൾ പൂർണ്ണമായി മഹത്വം പ്രാപിച്ചിട്ടില്ല. हम अभी तक पूरी रीति से महिमा हमने प्राप्त नहीं की है। പ്രാപിച്ചിട്ടുണ്ടോ? क्या हमने प्राप्त किया है? ഇല്ല. नहीं किया है। ഇതിനൊക്കെ അപ്പുറമായി और इन सब के परे നമ്മളൊരു മഹത്വം പ്രാപിക്കാൻ പോവാണ്. और हम एक महिमा प्राप्त करने वाले हैं। സ്വതന്ത്രം പറയാമോ? क्या धन्यवाद दे सकते हैं? हालेलुया। നമ്മുടെ ശുശ്രൂഷയിൽ മഹത്വം വെളിപ്പെടും. हमारे सेवकाई में महिमा प्रकट होगी, പക്ഷെ നിങ്ങളിൽ ഇതുവരെ മഹത്വം അക്ഷരികമായി വെളിപ്പെട്ടിട്ടില്ല. लेकिन हम में वो महिमा अभी तक प्रकट हुई नहीं है। പാസ്റ്റർമാരെ, അങ്കിൾമാരെ, ആന്റിമാരെ,
प्रिय अभिषिक्तो, प्रिय परमेश्वर के दासगणों, संतजनों, നമ്മളിൽ ഒരു മഹത്വം വെളിപ്പെടാൻ പോകുന്നുണ്ട്. और हम में एक महिमा प्रकट होने वाली है. മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്ന നമ്മളെ ഒരിക്കൽ തേജസ്കരിക്കാൻ പോകുന്നുണ്ട്. और महिमा में सुसमाचार के लिए खड़े रहने वाले हमारे अंदर प्रभु एक तेज देने वाला है. അതിൽ പ്രത്യാശയുള്ളവർക്ക് ഒന്ന് സ്വന്തം और പറയാം. उसमें जो विश्वास करते हैं, आशा रखते हैं, जरा हाथों को उठाए प्रभु की महिमा करें. हालेलुया. We are awaiting a glory. और हम एक महिमा की बाट जो रहे हैं. നമ്മളൊരു മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. और हम एक महिमा के लिए बाट जो रहे हैं. കാത്തിരിക്കുന്നുണ്ടോ? क्या बाट जो रहे हैं? റോമാലേഖനം 8:18. और रोमियो की पत्री 8:28 में നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ, और हम में प्रकट होने वाले उस महिमा के धन को जरा अगर सोचें. നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യത്തിലാണ് और अभी जो हमने अध्याय पढ़ा उसमें 16ാമത്തെ വാക്യം 17. उसका 16वां वचन. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകാലം ഞങ്ങൾ കിട്ടുവാൻ കാരണമാകുന്നു. और ये हमारा पल भर का हल्का सा क्लेश हमारे लिए बहुत ही महत्वपूर्ण और अनंत महिमा 18 റോമാലേഖനം 8:18. और रोमियो 8:18 में हम देखते ആ हैं. വാക്യം ശ്രദ്ധിച്ചേ. हम जरा ध्यान दें. നമ്മിൽ और हमें വെളിപ്പെടുവാനുള്ള തേജസ്, और प्रकट होने वाली महिमा. അടുത്തിരിക്കുന്ന വ്യക്തികൾ കൈകൊടുത്ത് പറഞ്ഞേ, और बगल में बैठे व्यक्ति को जरा हाथ देकर कहें, വെളിപ്പെടാൻ പോകുന്ന തേജസ് और प्रकट होने वाली महिमा है. जरा बोले, प्रकट होने वाले महिमा. വെളിപ്പെടാൻ പോകുന്ന തേജസ്. और प्रकट होने वाली महिमा है. പൗലോസ് പറയാണ്, पौलुस कहता है, വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ, और प्रकट होने वाली महिमा के बारे में अगर सोचें, ഈ കഷ്ടങ്ങളൊന്നും और ये जो भी कष्ट या क्लेश है वो कुछ भी नहीं. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. अब जरा ध्यान दीजिए. വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ, और प्रकट होने वाली महिमा को अगर सोचें, ഈ കഷ്ടം ഒന്നും സാരമല്ല. ये दुख और क्लेश कुछ भी नहीं. 2 കൊരിന്ത്യർ വീണ്ടും പൗലോസ് പറയാണ്, और दूसरे कुरिन्थियों में फिर से पौलुस कहता है, ഞൊടി നേരത്തേക്കുള്ള और ये हल्का सा क्षण भर का क्लेश ലഘുവായ കഷ്ടം. और हल्का सा क्लेश. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, और इंग्लिश में से लिखा है, momentary light affliction. और थोड़े समय का बहुत ही हल्का क्लेश. എന്റെ ചോദ്യം, और मेरा एक सवाल है, ഈ പൗലോസിന്റെ കഷ്ടം ഞൊടി നേരത്തെ കഷ്ടമായിരുന്നു और ये पौलुस का जो कष्ट था क्या थोड़े समय का था? ആണോ? क्या था? അല്ലല്ലോ. नहीं था. പൗലോസിന്റെ കഷ്ടം ലഘുവായ കഷ്ടമായിരുന്നു. क्या पौलुस का जो कष्ट बहुत हल्का कष्ट था या क्लेश था? നമ്മുടെ കഷ്ടം ലഘുവായ कष्टമാണ്. हमारे जो क्लेश है, कष्ट है, बहुत हल्के हैं. നമ്മുടെ ബന്ധക്കോസുകാരെന്ന് കളിയാക്കിയതാണ് നമ്മുടെ കഷ്ടം. और हमारा क्लेश क्या है कि किसी ने हमें पेंतकोस्त का बोल के मजाक उड़ा दिया. അമ്മേ, നമ്മുടെ അന്യഭാഷയെ കളിയാക്കുന്നതാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ കഷ്ടം. और हमने जो सबसे बड़ा कष्ट या क्लेश देखा है वो ये है कि किसी ने हमारे अन्य भाषा का मजाक उड़ा दिया. നമ്മളോട് ഇവിടെ ആരാധന നടത്തണമെന്ന് പറഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടം. और हमारे साथ आराधना नहीं करेंगे ऐसा बोलना ही हमारे लिए क्लेश बन जाता है. പൗലോസിന്റെ കഷ്ടം ഒന്നും അല്ലായിരുന്നു. लेकिन पौलुस का क्लेश ये नहीं था. ഇദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാം. और इसका जीवन हम जानते हैं. രാജകീയമായി ജീവിച്ചു. और बहुत ही आमेन अच्छी तरह संपन्नता में वो जिया. അങ്ങനെയുള്ള മനുഷ്യൻ और वैसा एक व्यक्ति ചന്തയിൽ ഒരു ചത്ത നായെ എങ്ങനെ വലിച്ചടക്കൂ, और कैसे आमेन उस बाजार में एक मरे हुए कुत्ते को जैसे ले जाता അങ്ങനെ है ചന്തയിലൂടെ വലിച്ചടച്ചോട് പോവാ. और बाजार में से उसे पकड़कर खींच के ले जा रहे हैं. അഡ്രസ് ഇല്ലാത്തവരല്ല, और बिना पते वाला बेपता व्यक्ति नहीं, ഐഡന്റിറ്റി ഇല്ലാത്തവരല്ല. और कोई पहचान वाला बिना पहचान वाला व्यक्ति नहीं ഞാൻ है. ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, और अब आप पीछे से सोचते हैं, നമുക്ക് പെട്ടെന്ന് വേദനിക്കുന്ന നമ്മുടെ പൈസ പോകുമ്പോഴല്ല, और हमें जो एकदम से जल्दी जो जब दुख होता है हमारा पैसा जाता है तब नहीं होता. നമ്മുടെ അഭിമാനം പോകുമ്പോഴാണ്, जब हमारा स्वाभिमान के खिलाफ कोई कुछ बोलता है तब हमें बहुत दुख होता है. നമ്മുടെ ഡിഗ്നിറ്റിക്ക് വല്ല സംഭവിച്ചാൽ, और हमारी इज्जत से कोई जब फेलता है तब हमें बहुत दुख होता है. നമ്മുടെ നല്ല പേര് പോകാൻ തുടങ്ങി, और जब हमारा अच्छा नाम खराब होने लगता है तब हमें दुख होता है. നമ്മുടെ സ്റ്റാറ്റസ് പോകുമ്പോഴാണ് और നമുക്ക് जब വേദന. हमारा स्थान या मान जब जाता है तब हमें बहुत दुख होता है. അതുകൊണ്ട് ഈ പൗലോസിനോട് നായെ വലിച്ചടക്കുന്ന പോലെ കൊണ്ടുപോകുക. लेकिन देखो इस पौलुस को कुत्ते का सामान खींच के ले जा रहे हैं. ഹല്ലേലൂയ. हालेलुया. ജയിലറെ കിടക്കുന്നു, और वो वहां पर आमिर कारागार में पड़ा हुआ है കീറിപ്പറഞ്ഞ വസ്ത്രം, और फटे हाल पड़ा है അടിച്ച് തകർക്കപ്പെട്ടിരിക്കുക और ശരീരം. मारा कूटा हुआ वहां पर घायल पड़ा है. പക്ഷെ ഈ മനുഷ്യൻ പറയുകയാണ്, लेकिन ये व्यक्ति कहता है തേജസ് ഓർക്കുമ്പോൾ और उस
लगती है നമുക്കറിയത്തില്ല എന്താ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. क्योंकि हम नहीं जानते हमारे लिए क्या रखा हुआ है। എന്നാൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പൗലോസ് കണ്ടപ്പോൾ പറയുകയാണ്, लेकिन हमारे लिए जो रखा, जब उसको पौलुस ने देखा तो वो यूं बोलता, ആ തേജസ് വിചാരിച്ചാൽ ഈ ജയിലറവാസം സാരമല്ലെന്ന്. और जब उस महिमा को मैं देखता हूँ तो ये कारागृह का वास कुछ भी नहीं है। ആ തേജസ് ഓർക്കുമ്പോൾ ഈ മാന്യതയില്ലാത്ത അവസ്ഥയൊന്നും സാരമല്ലെന്ന്. और जब मैं उस महिमा को देखता हूँ, ये बेइज्जती का समय मेरे लिए कुछ नहीं है। ഒരു സന്തോഷത്തോടെ സ്തോത്രം പറ. और खुशी के साथ महिमा करे। ഹല്ലേലൂയ. हालेलुया। ഈ പത്രോസ് और पतरस जो है, യേശുവിന്റെ ശാരീരിക തന്റെ ശുശ്രൂഷയിൽ താൽക്കാലികമായ ആ ബലത്തിൽ വെളിപ്പെട്ട ഒരു തേജസ് കണ്ടില്ലേ? और यीशु मसीह के इस सांसारिक सेवकाई में उसकी महिमा को उसने थोड़े समय देखा। ആ മരുഭൂമിയിൽ വെച്ച് തേജസ്കരിക്കപ്പെട്ടു. और रूपांतरण होने वाले पहाड़ में उसने उसको रूपांतरित होकर देखा। ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മതലത്തിലുള്ള ആ തേജസ്സിനെ കണ്ടു. और अगर उसको दूसरे शब्दों में कहें, आत्मिक उस स्थान में उसने वो आत्मिक उसके परिवर्तन को देखा। അൺസീൻ തലത്തിലുള്ള മഹത്വത്തെ കണ്ടു. और अनदेखे उस जगह पे उसने परमेश्वर के उस तेज को देखा। പത്രോസ് ഇത് കണ്ടിട്ട് पतरस ने जब ये देखा കർത്താവിനെ ഒന്ന് പറയാ, और परमेश्वर के पास, प्रभु के पास आके बोलता है, കർത്താവ് നമുക്ക് ഇവിടെ പോകണ്ട, और प्रभु जी हम यहाँ से नहीं जाते, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, हम सब ये करते हैं, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. हम 3 एक घर बनाते हैं, എന്താ കാര്യം അറിയാമോ? 3 तंबू बनाते हैं। क्यों? ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പോകാൻ തോന്നുന്നില്ല. क्योंकि हम यहाँ से जाना नहीं चाहते। ഹലോ, हालेलुया। സ്വതന്ത്രം പറഞ്ഞേ, धन्यवाद कहें। ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പോകാൻ. और हम में से कोई भी, ഈ പത്രോസ് കുടുംബസ്ഥനാണോ? क्या ये पतरस परिवार वाला था? പത്രോസിന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, वो पतरस के पत्नी के बारे में तो नहीं कहते हैं, പത്രോസിന്റെ അമ്മായിനെ കുറിച്ച് പറയുന്നു. लेकिन उसके सास के बारे में कहते हैं। ആമേൻ. हालेलुया। വിവാഹത്തിന് ശേഷം ഉണ്ടായതാകയാൽ और क्योंकि हमें शादी के बाद हुआ इसलिए, ഭാര്യയുണ്ട്, മക്കൾ കാണുമായിരിക്കാം, और पत्नी है, बच्चे भी हो सकते हैं, ഒരു കുടുംബം തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. और एक परिवार उसका इंतजार कर रहा है। രാവിലെ കർത്താവിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതാ. और सुबह प्रभु के साथ सेवकाई के लिए निकला പക്ഷെ है। പത്രോസ് ഇത് കണ്ടിട്ട് യേശുവോട് പറയുക, लेकिन पतरस ये देखकर प्रभु से बोलता है, കർത്താവേ, ഞാൻ വേണമെങ്കിൽ ഞങ്ങൾ കുടിലുണ്ടാക്കാം, और प्रभु जी चाहिए तो हम 3 तंबू बना देते हैं, ഞങ്ങൾക്ക് ഈ സാന്നിധ്യം വിട്ട് പോകണ്ട. और हम ये उपस्थिति छोड़ के नहीं जाना चाहते। എന്തോ കണ്ടിട്ടാ ഈ പറയുന്നത്? और क्या देखकर वो बोलता है? മഹത്വം കണ്ടിട്ട് പറയുക. महिमा देखकर बोलता है। ഇന്ന് രാത്രി ആരെങ്കിലും വാച്ച് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, और आज रात में अगर कोई अपनी घड़ी देख रहा है, ഇവിടെ ഒരു ബോർഡിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, अगर यहाँ पर आपको कुछ उदासीनता लगती है, നിങ്ങൾ കാണേണ്ടത് കാണുന്നില്ല. और आपको जो देखना है वो आप नहीं देख पा रहे हैं, ആത്മാവിൽ എത്ര പേര് കാണുന്നുണ്ട്? आत्मा में कितने लोग देख पा रहे हैं, അന്തരീക്ഷത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന और इस वातावरण में भरे हुए ദൈവത്തിന്റെ അതിമഹത്തായ തേജസ്സിനെ ആത്മാവിൽ കാണുന്നവർ, और परमेश्वर की अति महिमा में तेज को कितने लोग देख पा रहे हैं। സ്വന്തം ചെയ്ത് ആരാധിച്ച് धन्यवाद के साथ प्रभु की महिमा करें। और जवान को बोलकर ശക്തിയോടെ पूरे बल के साथ आराधना करें। हालेलुया। മഹത്വം കണ്ട പത്രോസ് പറയും, ഞങ്ങൾക്ക് പോകണ്ട. और महिमा देखा, पतरस कहता है हम नहीं जाना चाहते। പൗലോസ് ഇത്രയും ഗൗരവപരമായി ഇത്രയും ഇത് ആവേശത്തിൽ പറയുന്നല്ല കേട്ടോ. और पौलुस जो है वो बहुत ही जोश से भरकर नहीं, लेकिन बहुत ही गंभीरता के साथ वो ये बात कहता है, അതിശോക്തി പറയുന്നല്ല. और वो बड़ा चढ़ाकर भी नहीं कहता है। നമ്മൾ പറയും, കർത്താവേ, നിനക്ക് വേണ്ടി ചാവാൻ ഞാൻ റെഡിയാ. क्योंकि हम कई बार ऐसे कहते हैं, प्रभु जी तेरे लिए मरने के लिए भी तैयार ഒരു है। മുട്ടുവേന പോലും വരാത്ത ദൈവത്തിന്റെ ഭാഗ്യം, സ്വന്തം. आपको एक घोड़ों का दर्द भी नहीं आ रहा है, इसलिए प्रभु को धन्यवाद हो। നല്ല സ്വന്തം. धन्यवाद हो। ഹല്ലേലൂയ. हालेलुया। ഈ പൗലോസ് ആവേശത്തിൽ പറയുന്നല്ല, पौलुस बिना सोचे समझे जोश में नहीं कहता, അടി കൊള്ളാത്തവ പറഞ്ഞല്ല, और जब मार बिना खाए नहीं बोला, അടി കൊള്ളുമ്പോഴാ പറഞ്ഞേ. जब वो मार खा रहा था तब बोलता है। തേജസ് ഓർക്കുമ്പോൾ ഇത് സാരമല്ല. जब मैं उस तेज को सोचता हूँ तो ये कुछ भी नहीं है। ജയിലിൽ കിടക്കാത്തപ്പോഴല്ല പറയുന്നത്, और जब वो जेल नहीं गया तब नहीं बोला, ജയിലിൽ കിടന്നിട്ടാ वो പറയുന്നത്. जेल में कारागृह में पड़े रहकर बोला। തേജസ് ഓർക്കുമ്പോൾ ഇത് സാരമല്ല. और महिमा को अगर मैं देखूं तो ये कुछ भी नहीं है। നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി കത്തുന്നുണ്ടോ? പരിശുദ്ധാത്മ आज കത്തുന്നുണ്ടോ? आपके मन के अंदर के पवित्र आत्मा जल रही है। ചെറിയ വെല്ലുവിളികൾ വരുമ്പോൾ ഇട്ടുപോകാൻ തോന്നുന്നുണ്ടെങ്കിൽ, और अगर छोटी-छोटी चुनौतियों के बीच में ये छोड़ के जाने की अगर इच्छा हो रही है, ആ വെച്ച മഹത്വം കാണത്തോണ്ട, क्योंकि आपने वो महिमा नहीं देखा है, इसलिए आप सोच रहे हैं। തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാര്, और तेजों में सुसमाचार की सेवा करने वाले अभिषिक्तों, ഈ അഭിഷക്തന്മാരുടെ കൂടെ അവൻ രാവും രാത്രിയും അധ്വാനിക്കുന്ന
സേവിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, और इन अभिषिक्तों के साथ दिन और रात आमीन सेवा में साथ देने वाले अभिषिक्तों, ആമേൻ, അവരുടെ ഇല്ലായ്മയിലും ഉള്ളതിലും കൂടെ നിൽക്കുന്ന ദൈവദാസിമാരെ, और आप उनके हर एक बातों में हर एक चीजों में साथ रहने वाले परमेश्वर की दासियों, നിങ്ങളെ മഹത്വം പൊതിയുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. और आपकी महिमा प्रकट होने वाला एक दिन है, ഗ്ലോറി കൊണ്ട് കവർ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. आपकी महिमा के साथ सब भरपूरी के साथ आगे बढ़ने वाला दिन है, നിങ്ങളെ ആദരിക്കുന്ന ദിവസമുണ്ട്. और आपका सम्मान होने वाला दिन है। സന്തോഷത്തോടെ धन्यवाद के साथ खुशी के साथ प्रभु खुशी के साथ उसकी महिमा करें। പൗലോസിന്റെ ആവേശത്തോടെ പറയാൻ പൗലോസ് തേജസ്സിലുണ്ടോ? ये पौलुस इतने जोश के साथ कहने के लिए क्या उसने वो महिमा देखी थी? കണ്ടതുകൊണ്ടാണ് ഇത്ര ആവേശം. और क्योंकि उसने देखा इसलिए वो इतने जोश से बोल रहा है। ആർക്കും കിട്ടാത്തൊരു പ്രിവിലേജ് പൗലോസിന് കിട്ടി. और किसी को ना मिलने वाला एक सौभाग्य पौलुस को मिला, വെളിച്ചം കണ്ടവരല്ല, और उसने प्रकाश देखकर नहीं, തേജസ് കണ്ടവരല്ല. और उसने महिमा देखा है। ദമസ്കോസിലെ വെളിച്ചം കണ്ടിറങ്ങിയതല്ല, और दमिश्क के उस प्रकाश को देखकर नहीं निकला, നിത്യതയുള്ള തേജസ് കണ്ടാണ് നിൽക്കുന്നത്. लेकिन अनंत जीवन की महिमा को देखकर वो खड़ा है। നല്ല സ്വന്തം പറയണം. और अच्छा धन्यवाद कहना है। അത് കാണാൻ ഭാഗ്യം കിട്ടിയോ? और क्या ऐसा देखने को हमें सौभाग्य मिला? ഭാഗ്യം കിട്ടി ദൈവത്തിന്. और उसको ये सौभाग्य मिला। അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുകയാണ്, और उसके पत्री में ये लिखता है, ക്രിസ്തേശുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. और मसीह यीशु में एक व्यक्ति को जानता हूँ, അദ്ദേഹം മൂന്നാം സ്വർഗത്തോളം എഴുതുന്നു. और वो तीसरे स्वर्ग तक पहुंच गया। അഭിഷേകനെ ഒന്നാം സ്വർഗമല്ല, और अभिषेक तो पहले स्वर्ग नहीं, ആന്റി രണ്ടാം സ്വർഗമല്ല, और बहनों दूसरे स्वर्ग नहीं, മൂന്നാം സ്വർഗം. और तीसरे स्वर्ग में। പറഞ്ഞേ, और जरा बोले, ഈ മൂന്നാം സ്വർഗം വരെയൊക്കെ പോയ സ്ഥിതിക്ക് और जब वो तीसरे स्वर्ग तक पहुंच गया, കുറഞ്ഞ പക്ഷം എന്ത് കാണണം? और कम से कम क्या देखा होगा? കർത്താവിനെ കണ്ടു. കുറഞ്ഞ പക്ഷം കർത്താവിനെ कम से कम क्या देखा होगा? ഒത്തിരി കാര്യങ്ങളുണ്ട്, और बहुत सारी चीजें हैं, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. वो सब वहां जाने दो। കുറഞ്ഞ പക്ഷം ദൈവമഹത്വം കണ്ടു കാണും അല്ലെ? कम से कम उसने प्रभु की महिमा तो देखी होगी। കുറഞ്ഞ പക്ഷം അവിടെ നമ്മളിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് കണ്ടിട്ടുണ്ട്. कम से कम हमें प्रकट होने वाली इस महिमा को उसने देखा होगा। മൂന്നാം സ്വർഗം വരെ പോയി മഹത്വം കണ്ട് തിരിച്ചു വന്ന പൗലോസ് പറയുക, और तीसरे स्वर्ग तक जाकर महिमा देखकर लौटने आने वाला पौलुस कहता है, ആ മഹത്വം ഓർക്കുമ്പോ, और जब मैं वो महिमा देखता हूँ ആ തേജസ് ഓർക്കുമ്പോ, और उस महिमा को याद करता हूँ, അടി കിട്ടാനിട്ടല്ല, അടി കിട്ടുമ്പോഴും ഈ വേദന ഒരു സാരമാക്കാൻ പറ്റുന്നില്ല. और मार नहीं मिला है नहीं, लेकिन जब भी मार खाता हूँ तो उसको मैं कुछ नहीं समझता हूँ। അഭിഷേകനെ അടി കൊണ്ടാൽ നീ വീഴുവോ? और ये अभिषेक तो आज जब आपको मार मिलेगा क्या आप गिरेंगे? ദൈവത്തിന്റെ ദാസന്മാരെ അടി കൊണ്ടാൽ ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ വിട്ടുകളയുമോ? और जब आपको कोई मारेगा या धमकी देगा तो क्या हम छोड़ देंगे? ഇല്ലെന്ന് പറയാൻ തന്റെ ഇടത്തോളം സ്വന്തം ചെയ്ത് പറഞ്ഞു. और ये नहीं बोलने के लिए पूरे हिम्मत के साथ हम धन्यवाद कहें। ഒരു ഗ്രാമത്തിലുള്ളവരൊക്കെ പറഞ്ഞത്, और जो गाँव जाते हैं हम इन गाँव में सेवकाई करते हैं, जरा बोले। ഇന്നത്തെക്കാൾ പ്രതിസന്ധികളായിരിക്കത്തില്ലേ ഗ്രാമങ്ങളിലുള്ളത്? और हम इन शहरों से ज्यादा हम इन वो प्रतिकूल अवस्था गाँव में नहीं होगी। വെല്ലുവിളി വന്നെന്ന് വരും, और हो सकता है चुनौतियां आए, അടിച്ചു എന്ന് വരും. और हो सकता है आपको मारे, അതിന്റെ നടുവിലും और उसके बीच में भी പറയണം, आपको बोलना है। വെളിപ്പെടാൻ പോകുന്ന തേജസ് ഓർക്കുമ്പോ, और प्रकट होने वाली उस महिमा को जब याद करता हूँ, ഇത് സാരമല്ല. और ये कुछ भी नहीं है, അത് പറഞ്ഞേ, जरा बोले, തമ്മിൽ തമ്മിൽ ഇത് പറ. आपस में बोले, തമ്മിൽ തമ്മിൽ ഇത് പറ. आपस में बोले, നിങ്ങളോട് പറ, തമ്മിൽ തമ്മിൽ ഇത് പറ. आपस में बोले। വെളിപ്പെടാൻ പോകുന്ന प्रकट होने वाले, കാറ് കണ്ടിട്ട് വരരുത്. और कार देखकर ना आए। ഇന്ന് രാവിലെ ഞാൻ പറയുന്ന പോലെ, और आज सुबह जैसे बोला, നടുവേദന മാറി വന്നവൻ മൂക്കൊലിപ്പ് വരുമ്പോൾ യേശുവിനെ വിട്ടു കളയും. और जो आमिन कमर दर्द दूर होके जो आया, आमिन जब जुकाम आएगा तो वो चला जाएगा। നമ്മൾ തേജസ് കണ്ട് നിൽക്കുന്നവരാ, महिमा देखकर खड़ा होने वाले लोग हैं, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാ, अपने जीवन के लिए खड़े होने वाले, നമ്മൾ രാജസന്നിധിയിൽ പോകാനുള്ളവരാ, राजा के सामने അതെ, जाने, രാജസന്നിധിയിൽ പോകാനുള്ളവരാ. उस राजा के सामने കരമടിച്ച് ശക്തിയോടെ ആത്മാവിൽ ताली बजाकर आत्मा में बल के साथ ഹസ്തമന ശബലഗമനഗമ ശബലഗമ. യേശുവിന്റെ നാമത്തിൽ അല്പസമയം ആത്മാവിൽ സ്വീകരിച്ചു. पूरा समय यात्रा करें, ताली बजाकर उसकी महिमा करें। हालेलुया, हालेलुया। ദൈവാത്മാവിനെ അഭിഷേകം ചെയ്യുക. ദൈവാത്മാവിനെ തൊടുക. ദൈവാത്മാവിനെ ആശ്വസിപ്പിക്കുക. ഈ കഷ്ടത്തെക്കാൾ വലിയൊരു തേജസ്സുണ്ട്.
ഗംഭീര നാളത്തോടും और प्रभु हमें प्रधान शब्द के साथ ദൈവത്തിന്റെ കാരണത്തോടും കൂടെ എഴുന്നള്ളി വരുമ്പോൾ और प्रभु के तुरही के साथ जब वो आएगा അവസാനത്തെ വാക്ക് और आखिर वचन നമ്മൾ രൂപാന്തരപ്പെടും. हम रूपांतरित होंगे. ആ വാക്കെന്ന് പറഞ്ഞേ हम जरा बोले രൂപാന്തരപ്പെടും. हम बदल जाएंगे. രൂപാന്തരപ്പെടും. हम बदल जाएंगे. എങ്ങനെ രൂപാന്തരപ്പെടും? कैसे बदल जाएंगे? അവൻ വെളിപ്പെടുമ്പോൾ और जब वो प्रकट होगा നാം അവൻ ഇരിക്കുന്നത് പോലെ കാണുക കൊണ്ട് और हम जैसे वो है वो देखने के कारण അവനോട് സദൃശന്മാരാകും. हम उसके समान बन जाएंगे. നിങ്ങൾക്ക് സന്തോഷമില്ല കേട്ടോ? और आप लोगों को खुशी नहीं है लगता है. സന്തോഷമില്ല. നല്ല സ്വന്തം പറയണം. और अच्छा स्तुति हमें करना है. ആരാ പറഞ്ഞ ഈ രോഗം അധികനാൾ ഉണ്ടെന്ന്? और किसने बोला ये दुनिया अधिक समय तक है? അമ്മ ഇന്ന് കർത്താവ് വന്നാൽ और प्रिय बहनों अगर आज प्रभु आता ഈ है രോഗം തീർന്നു. और ये बीमारी दूर हो जाएगी. വിശ്വസിക്കുന്നവർ സ്വന്തം പറഞ്ഞേ. और जो विश्वास करते हैं महिमा करे. എന്തുവാ ഈ രൂപാന്തരം? और ये बदल जाना ये അതാ रूपांतर क्या है? തേജസ്കരണം. और वो है तेज प्राप्त करना. പറഞ്ഞേ തേജസ്കരണം. और वो होना है तेज प्राप्त പറഞ്ഞേ करना. തേജസ്കരണം. और वो है महिमा प्राप्त करना. ഈ രൂപാന്തരം और ये रूपांतर क्या है? നമ്മുടെ തേജസ്കരണം. और हमारा महिमा. നമ്മുടെ തേജസ് കൊണ്ട് ദൈവം പൊതിയാൻ പോവാണ്. और हमें प्रभु हमें अपनी तेज से महिमा से छुपाने वाला है. സ്വന്തം പറഞ്ഞേ. നല്ല और സ്വന്തം പറഞ്ഞേ. धन्यवाद बोलते रहे. हालेलुया. വീണ്ടും പൗലോസ് ലേഖനത്തിൽ പറയുകയാണ്. और फिर से पौलुस कुलुस्यों की पत्री में कहते हैं നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം എന്റെ കൂടെ ചേർന്ന് പറയണം. और आपको पता है वचन हम साथ में बोले. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ और जब हमारा जीवन मसीह प्रकट होगा നാമും हम भी അവനോട് കൂടെ उसके साथ വെളിപ്പെടും എന്നാണോ? प्रकट होंगे. कैसे लिखा है? ആണോ? कैसे लिखा है? വാക്യം അറിയാവുന്ന